Berkehayo dazubo wataye mauto wasa ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ പ്രായം കൂടി വരികയല്ലേ. മാനേജിംഗ് കമ്മിറ്റി പ്രത്യേകം അനൗൺസ് ചെയ്തായിരുന്നു തിരുമേനിയുടെ ബർത്ത്ഡേ ആണ്. നാളെ എങ്ങനെയാ സിനഡിനൊന്നും വരുന്നുണ്ടോ? നാളെ അവസാനത്തെ ദിവസമാണ്. തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ഈ ജമാഅത്തിന്റെ നമ്മുടെ ഡി പാസ്സായി ജമാഅത്തിന് ഗ്രീക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിന് അമേരിക്കയിൽ അന്വേഷിക്കാം. ജമാഅത്തിന്റെ അഡ്രസ്സ് കൊടുത്ത് തിരുവനന്തപുരം വല്ലതും പറയാനുണ്ടോ? ഒത്തിരി കണ്ടിട്ട് എന്നോട് വല്ലതും പറയാനുണ്ടോ? ഞാൻ നോക്കിയായിരുന്നു. ഒന്ന് രണ്ടില് ഞാൻ പറ്റും. പിന്നെ ഞാൻ ഓർത്തെ രാവിലെ കുർബാന ഉണ്ടല്ലോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളിച്ചായിരുന്നു. പിന്നെ ഓർത്തെ ഇപ്പൊ തിങ്കളാഴ്ച എന്റെ ബർത്ത്ഡേയാ. വരും തിങ്കളാഴ്ച എന്റെ ബർത്ത്ഡേയാണ്. അല്ല, തിങ്കളാഴ്ച എന്റെ ബർത്ത്ഡേ ആണ്. ശരിയാണല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നെ താമസിക്കാതെ വെള്ളം കൊടുക്കണ്ടായോ തിരുമേനിക്ക്? എനിക്കുള്ള എഴുത്തെഴുതി വെച്ചേക്കണം. എല്ലാ കൊല്ലവും എഴുത്തുള്ളതാ. എന്റെ മോളിൽ താമസിക്കുമ്പോൾ താഴെ കൊണ്ട് തരും. അതിപ്പോഴേ ഓർക്കുന്നത്. ഇന്ന് തിരുവേനിമാരൊക്കെ ഉണ്ടായിരുന്നല്ലേ? യുവാനിയസ് തിരുവേനിയും ഗ്രിഗോറിയോസ് തിരുവേനിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. തിരുവേനിമാര് പലരും ഉണ്ടായിരുന്നു. ഇത് പുതിയ ബർത്ത്ഡേ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും അന്നതിലേക്ക് എത്തും. ഞാൻ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തത്തേ ഉള്ളൂ. ബാംഗ്ലൂരിൽ ബർത്ത്ഡേ ആഘോഷം ഉണ്ടോ? ബർത്ത്ഡേ ആഘോഷം ഏപ്രില വൈകിട്ട് ബാംഗ്ലൂരിലാണ് ഞായറാഴ്ച കുർബാന ഇല്ലുന്നേ. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ എത്തത്തുള്ളൂ ഞാൻ. ഇതൊക്കെ വെക്കാനൊക്കെ പൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും. അതിനകത്ത് അകത്തുള്ളതാണ്. ബോട്ടണിയാ സ്വഭാവം ഒരുപോലല്ല. എനിക്കറിയാം ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം. എന്റെ അത്ര ഇവർക്കാർക്കും അറിയല. ഇനി അമേരിക്കക്ക് പോന്നോ? അങ്ങോട്ടൊന്ന് പോരുന്നോന്ന്? എങ്ങോട്ട്? അമേരിക്കക്ക്. ഇനി എന്നെ ഒരിടത്തേക്ക് കൊണ്ടുവരിക. തീരെ അവസ്ഥനായി പറഞ്ഞ് എഴുതാൻ പറ്റില്ല. നല്ലപോലെ എഴുതിയിട്ടുണ്ടോ? നല്ലതുപോലെ എഴുതിയിട്ടുണ്ടോ? അയ്യോ, ഇനി ഇവിടത്തേക്ക് ഉണ്ടാവോ? ഇന്ന് വളരെ
സന്തോഷവാനാണല്ലോ. തിരുമേനി ഇന്ന് വളരെ സന്തോഷമാണല്ലോ എന്ന്. എന്തോ ഇന്ന് വളരെ സന്തോഷമാണല്ലോ എന്ന് എന്നെ കണ്ടതിന്റെയാന്ന് പറയായിരുന്നു ഞാൻ. ഹാപ്പി ബർത്ത്ഡേ എന്നല്ലേ അതിനകത്തുള്ള വിഷം വേറെ കൂടെ കൊടുത്താൽ സംഭവിക്കത്തില്ല. കുട കൊണ്ടുപോകാൻ മര്യാദ മാധ്യമ കണ്ടപ്പോ പറഞ്ഞാൽ എന്റെ കൂടെ ബാത്റൂമിൽ ഇരിപ്പുണ്ട്. എത്രാമത്തെ ബർത്ത്ഡേ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. 88. തെറ്റിച്ചാ വഴക്ക് പറയും. അപ്പൊ 88 8 16 വയസ്സേ ഉള്ളൂ. 617 61 അല്ലെന്ന് 8 തൊട്ടും 16 കഴിഞ്ഞാൽ പിന്നെയും ഒറ്റസംഖ്യ. അവിടം വരെയാണല്ലോ അങ്ങനെ പോവാണെ പോകണ്ടേ. എനിക്ക് എത്രാമത്തെ ബർത്ത്ഡേ? 53 കഴിയും. 59. അപ്പൊ മുൻകൂട്ടി എല്ലാ ആശംസയും. ആശംസ മാത്രമേ ഉള്ളൂ. അമേരിക്കക്കാരന് 4 കൊല്ലം കൽക്കട്ടയിലിരുന്ന അതൊക്കെ ഇപ്പൊ അനുഭവിക്കല്ലേ. കൽക്കട്ട പള്ളി ഇപ്പം കത്തീഡ്രൽ പള്ളിയാ. കത്തീഡ്രല തിരുമേനി അവിടുന്ന് പോയതുകൊണ്ട് അത് കത്തീഡ്രലാക്കി. നമ്മളായിരുന്നെ സമ്മതിക്കുകയല്ലോ കത്തീഡ്രൽ ഉണ്ടാക്കാൻ. ഒറ്റ പള്ളി കത്തീഡ്രലാക്കി. ഇത് കത്തീഡ്രലാണ്. അല്ല അവിടെ വലിയ എവിടെയാണോ കൽക്കട്ട? നേരത്തെ വലിയ ഇടവേള. ഇപ്പൊ ആളെല്ലാം സൂക്ഷിച്ചെല്ലാം നാട്ടോട്ട് പോയി. ഇപ്പൊ ഇടവകളില്ല. 8 വീട്ടുകാർ 5 വീട്ടുകാർ. നാളെ ഞാന് സുനോസിന് പോയി കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരുന്നത് എങ്ങനെയൊക്കെയാ? അത് ക്രമീകരിച്ചോളും. അതൊക്കെ ക്രമീകരിച്ചോളും. വണ്ടി ക്രമീകരിച്ചോളും. തിരിച്ചു വരാനും പോകുന്ന ചിലപ്പോൾ തിരുവനന്തപുരം പോകാന്നുള്ള ധാരണയിലാണ്. രാവിലെ അങ്ങനെ പറഞ്ഞായിരുന്നു. അല്ല അതല്ലേ നമുക്ക് വേറെ ഇന്ന് രാവിലെ പറഞ്ഞു തിരുവനന്തപുരം പോകുന്നോടത്ത് ഞാനങ്ങ് പോക്കോളാം. മനസ്സിൽ കാശ് കൊടുക്കണമല്ലോ. വരുന്ന ഞായറാഴ്ചത്തേക്കുള്ള പ്രിപ്പറേഷൻ ഞായറാഴ്ച തുടങ്ങിയില്ലേ? വൈകിട്ട് തന്നെ ചോദിക്കും ഏതാണ് വേദഭാഗം, ഏത് വണ്ടിയിലാണ് പോകുന്നത്. നിങ്ങളൊക്കെ പ്രസംഗിച്ചത് എന്താന്ന് ചോദിക്കുകയല്ലോ. പിന്നെ കുറച്ച് ഉപയോഗിച്ചു. അടുത്ത ഞായറാഴ്ച ഞാൻ ഏത് പള്ളിയിലാണ് പോകേണ്ടിയെന്നാണ്. എവിടാ തീരുമാനിച്ചില്ല. അടുത്ത കക്കാട്ടോളിൽ പോകുന്നത് എന്നുവെച്ചാലേ ഒത്തിരി സ്ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആയി പോയി. തൊട്ടടുത്തുള്ളിടത്ത് വളയഞ്ചിറങ്ങി ഞാൻ ശവസംസ്കാരത്തിന് പോയി 9 ദിവസം കൂടെ പോയതല്ലേ. പിന്നെ ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നു. ആഴ്ചയിൽ 1 ദിവസം വല്ല ഈ ആഴ്ച ഇപ്പോൾ ഒത്തിരി യാത്ര ചെയ്യില്ല. ലോങ് ട്രിപ്പ് വരുമ്പോ യൂറിനറി ഇൻഫെക്ഷൻ. നമ്മുടെ പുതിയ കോൺവെന്റ് ഇപ്പൊ 3 പിള്ളേരുണ്ട് നമുക്ക്. 3 കുട്ടികളുണ്ട്. 3 കുട്ടികളാണ്. കാണുമ്പോഴൊക്കെ ചോദിക്കും. മറക്കുകയല്ല. ഉപദേശം കൊടുക്കാൻ ഞാൻ യൂണിവേഴ്സിറ്റി നാളെ ഒന്ന് പോയിരുന്നു. അവര് പറഞ്ഞു. ഞാനൊന്നില്ലായിരുന്നു, സിസ്റ്റർ മറിയം പറഞ്ഞായിരുന്നു. പുതിയ കോൺവെന്റ് ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇവിടോ കിഴക്കമലന്റെ ഏതായാലും ബ്രാഞ്ച് അതല്ലേ ഇത് സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ്.
ആശംസക്കൊന്നും വിളിക്കുന്നതേ ഉള്ളൂ ഉദ്ഘാടനം ചെയ്യുമ്പോൾ. അച്ഛന് എന്നെ കുറിച്ച് ഏതാണ്ടൊക്കെ എഴുതിയിട്ടെന്ന് പറഞ്ഞ ഞാൻ കണ്ടില്ല. ഒന്ന് വളരെ കാര്യമായിട്ട് വായിച്ചു നോക്കണം എന്നൊക്കെ എഴുതിയിരിക്കുന്നതെന്ന്. ഡോക്യുമെന്ററി കണ്ടോ? സിനിമ എടുത്തത് കണ്ടായിരുന്നോ? സിനിമയെ കുറിച്ച് ഡോക്യുമെന്ററി എടുത്തത് കണ്ടായിരുന്നോ? അത് കണ്ടില്ല. ഇപ്പം കാണിച്ചല്ലോ. മുമ്പേ തിരുമേനിയെ കാണിച്ചില്ല ഞാൻ. മുമ്പേ തിരുമേനി കണ്ടില്ല ഞാൻ കമ്പ്യൂട്ടറിനകത്ത്. അതാ അതിന്റെ കാര്യം ചോദിച്ചേ. അവര് കാണിച്ചു. അച്ഛൻ കൊണ്ടുവന്ന അച്ഛൻ കാണിച്ചില്ല. ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടത്? എല്ലാം കേട്ടായിരുന്നു? അതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ എന്നാന്ന് കേൾക്കാൻ പറ്റും? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടോന്നത്? പിന്നെ കണ്ടോണ്ട് കരച്ചിലായി. ഇന്ന് ബൊക്കെ കൊടുത്തപ്പോഴൊക്കെ പാമ്പാടി തിരുമേനി ഇങ്ങനെ പറഞ്ഞു 3 വർഷം ആ പാമ്പ് കരഞ്ഞു ഇവിടെ താമസിക്കണം. പാമ്പാടി തിരുമേനി പറഞ്ഞിരുന്നു ഇവിടെ താമസിക്കണമെന്ന്. ഇപ്പോഴാണ് എനിക്ക് പറ്റിയത് ഇവിടെ വന്ന് താമസിക്കാൻ. ആ ഭാഗമൊക്കെ ഒന്ന് പങ്കായിരുന്നു. എഴുതുന്ന ഇപ്പൊ എടുത്തോണ്ട് വരരുത്, നിങ്ങൾക്ക് പണിയാവും. ഇറക്കിയായിരുന്നു. 2-3 പ്രാവശ്യം വായിപ്പിച്ചു. പാമ്പാടി തിരുമേനി ഉള്ളപ്പോഴേ തിരുമേനി അച്ഛനെ താമസിച്ചിട്ടുള്ള 3 ദിവസം പറഞ്ഞ തിരിഞ്ഞു പോയതാ. സത്യതാ. ഒരിക്കൽ അന്ന് ആവശ്യപ്പെട്ടത് എനിക്ക് ഇന്നാ സാധിച്ചത്. ഇവിടെ അന്ന് തിരുമേനിയുള്ള സമയത്ത് തിരുമേനി പറഞ്ഞിട്ടുള്ള അച്ഛനായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള ശരി. അന്ന് പറഞ്ഞത് ഇപ്പോഴാ നടപ്പിലാക്കിയതല്ലേ? പാമ്പാടി തിരുമേനി പണ്ട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് ഇപ്പോഴാ നടപ്പിലാക്കിയത്. തിരുമേനി ഇന്നായിരുന്നില്ല, മാറ്റന്മാരായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, അവരൊക്കെ കണ്ടാലേ അവർക്കൊക്കെ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം, അല്ലെങ്കിൽ ക്ഷണിക്കണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ചമ്മാച്ചനായിരുന്ന കാലത്ത് ഇവിടെ തിരുമേനി വലിയ തിരുമേനിയെ കാണാനായിട്ട് പാമ്പാടി തിരുമേനി പലപ്പം വരാറുണ്ട്. അപ്പം ഞാനിവിടെ താമസിക്കുക. അപ്പോൾ പല പ്രാവശ്യം തിരുമേനി എന്നെ കാണുമ്പോഴൊക്കെ ക്ഷണിക്കും. അപ്പോൾ ഒത്തമ്പുറത്തൊന്നും താമസിക്കും കേട്ടോ. ഒരു പ്രാവശ്യം എനിക്ക് പോകാൻ വന്നിട്ടില്ല. കാണുമ്പോഴൊക്കെ പറയും അങ്ങനെയായിരുന്നു. എന്നിട്ട് ഏതായാലും അവസാനം ഇപ്പോൾ ഞാനെ പൊന്തപ്പുറത്താവുന്നത്. 80-85 ഒരു താമസിച്ചില്ലേ ചോദിച്ചു. പണ്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ലേ അസിസ്റ്റന്റ് ആയിട്ട് കോട്ടയത്തിന്റെ? അതാവും. അപ്പൊ തിരുവേലി കാലത്തിന് ശേഷം 5 വർഷം ഇവിടെ താമസിച്ച പ്രത്യേക ലോജിക്ക്. സന്ദേശം പറയാൻ സബ് കമ്മിറ്റി ഒന്നും തിരുമേനി ഒരു മെസ്സേജ് ഒന്ന് പറഞ്ഞേ. റെക്കോർഡ് ചെയ്യാനേ തിരുമേനിയുടെ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ. അമേരിക്കക്കാർക്ക് വേണ്ടി. അമേരിക്കക്കാർക്ക് വേണ്ടി തിരുമേനി പറഞ്ഞോ.
ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? എല്ലാ ഡേയും ഒരുപോലെയാണ്. എല്ലാ ഡേയും ഇമ്പോർട്ടൻ്റ് ആണ്. എവരി ഡേ ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ്. ഞാൻ എന്നാണ് പറയേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ജീവിത സന്ദേശം നമ്മെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊരു ഉദ്ദേശത്തോടെയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ സാഹചര്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ പോലെ ആയിത്തീരുക എന്നുള്ള കവിഞ്ഞ് മറ്റൊന്നും പറയുവാനില്ല. ദൈവത്തിൻ്റെ സാരത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർക്കുവാനുള്ളത് ദൈവത്തെ പോലെ തീരുക എന്നുള്ളതാണ്. ലോകത്തിൽ നമുക്ക് പലതും ചെയ്യുവാനുണ്ട്. എങ്കിലും ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ദൈവത്തെ പോലെ ആയിത്തീരുക. ദൈവത്തെ പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ ദൈവത്തെ പോലെയുള്ള സ്നേഹം, ദൈവത്തെ പോലെയുള്ള വിനയം, ദൈവത്തെ പോലെയുള്ള സർവസ്വം, അത് കവിഞ്ഞ് ഒന്നുമില്ല, അതിൽ കുറവായിട്ട് ഒന്നുമില്ല. എനിക്ക് എൻ്റെ ജന്മദിനത്തിലും അതാണ് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുവാനുള്ളത്. അതെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ ദൈവത്തെ പോലെ ആയിത്തീരുക, അതിനായി പ്രാർത്ഥിക്കുക, അതിനായി പ്രവർത്തിക്കുക. മറ്റൊന്നും എനിക്ക് പറയുവാനല്ല. വെരി ഗുഡ്. തിരുമേനിയുടെ ജീവിതവും സാക്ഷ്യവും എല്ലാം ഈ വാക്കുകളിലുണ്ട്. തിരുമേനിയുടെ ജീവിതവും സാക്ഷ്യവും എല്ലാം ഈ വാക്കിലുണ്ടെന്ന്. എൻ്റെ ഡ്രൈവറുടെ ഒരു എൻവലപ്പ് രണ്ട് ഒപ്പ് വന്നു. അവിടുത്തെ ബാങ്കിലേക്ക് 1-2 ഒപ്പിടാനുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പേപ്പർ. അല്ല, അത് ഓൺ ചെയ്ത് അരുൺ, ഇവനെ മനസ്സിലായില്ലേ? അരുൺ അരുണും മുത്തും ജോയ്സ് ഇതങ്ങ് എടുത്തു കൊടുക്കുമല്ലോ. ഞാൻ അതങ്ങ് ഒറ്റിയിരിക്കുക. Yeah.
ഇനി ലിബിനും ബിബിനും ബിബിനും കണ്ടോ ഇത്രേ ഉള്ളൂ. ലിബിന് കിട്ടിയില്ല. എനിക്ക് എല്ലാവർക്കും എനിക്ക് തരണമായി. എങ്ങനെയുണ്ട് ഇന്ന് രാവിലെ? ഇന്ന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.